യെസ് മക്കളെ, നമ്മൾ 29th ജാനുവരിയിലെ സെഷനിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിച്ചിരിക്കുന്നത് എഗെയിൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്നാണ്. സോ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ പേപ്പറിൽ നമ്മൾ കാണുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഓൺ പാസിങ് എ ഗ്യാസ് എക്സ് ത്രൂ നെസ്ലേഴ്സ് റിയേജൻറ്റ്. നെസ്ലേഴ്സ് റിയേജൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. 2K2HgI4 ഇതാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ്. നെസ്ലേഴ്സ് റിയേജൻറ്റിലൂടെ ഏതോ ഒരു ഗ്യാസ് പാസ് ചെയ്തപ്പോൾ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടി. ഏതാണ് ആ ഗ്യാസ്? നെസ്ലേഴ്സ് റിയേജൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നുള്ള ഡയറക്റ്റ് ഡാറ്റാബേസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നും പറയാനില്ല, അമോണിയ അല്ലേ. നെസ്ലേഴ്സ് റിയേജൻറ്റും അമോണിയയും ഇൻ ആൽക്കലൈൻ മീഡിയം നമ്മൾ KOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് ആണ് HgOHgNH2I. ദിസ് ഇസ് ദ കോംപ്ലക്സ്. ഈ കോംപ്ലക്സിൻ്റെ പേരാണ് അയോഡിൻ ഓഫ് മിലൻസ് ബേസ്. അയോഡിൻ ഓഫ് മിലൻസ് ബേസ് നല്ല ഭംഗിയുള്ള പേരാണ്. അയോഡിൻ ഓഫ് മിലൻസ് ബേസ്. ഇതിൻ്റെ കളർ എന്താ? ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് അവൻ. ഓക്കെ, ബ്രൗൺ PPT ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞു വെക്കുക. റിയാക്ഷൻസൊക്കെ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ റിയാക്ഷൻസിലൂടെയുള്ള ചോദ്യങ്ങളിലേക്കൊന്നും അനലിറ്റിക്കൽ കെമിസ്ട്രി പോയിട്ടില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു കാറ്റയോണോ ഒരു ആനയോണോ അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഫാക്റ്റ് അറിയുമെങ്കിൽ ആൻസർ ചെയ്യുക, ഇല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. സോ നല്ല രീതിയിൽ NCERT വായിക്കുക. അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ NTA ഇറക്കിയിട്ടുള്ള പുസ്തകമുണ്ട്, അത് നന്നായിട്ട് വായിക്കുക. അതിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്നാൽ വളരെ ഈസി ആയിട്ട് അടുത്ത സീസൺ നിങ്ങൾ എഴുതുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വന്ന മക്കളെ? ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ.